വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ബഷി അഥവാ എൻ്റെ കെട്ടിയോൻ എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് ഒരു വൈഫിൻ്റെ ലൈഫിനെ ബാധിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഓൺ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആരും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ചില പേഴ്സ്പെക്റ്റീവ്സിൽ നിങ്ങളുടെ ചിന്താഗതികളൊക്കെ മാറിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിൽക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോളോ ലൈഫൊക്കെ അടിച്ച് പൊളിച്ച് എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ കല്യാണം കഴിക്കുന്ന ടൈമിൽ എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ മൈൻഡിലൊരു തോട്ട് ഉണ്ടാവുമല്ലോ. സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് ഈ വക സാധനങ്ങളൊന്നുമില്ല. എൻ്റെ കെട്ടിയോൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് ഇല്ലവേ ഇല്ല. എൻ്റെ മാരിറ്റൽ ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയേയില്ല. എനിക്ക് ബസ്സിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഉപ്പാന്ത് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച്. ലവ് സ്റ്റോറി ഒരു ഗംഭീര സ്റ്റോറിയാണ്. വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ ഈ കല്യാണം കഴിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ പോകുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിലോട്ടാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ പ്രേമിക്കുന്ന സമയത്തൊക്കെ ഓനക്ക് എൻ്റെ തല്ലിപ്പൊളി സ്വഭാവം നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ഓൻ്റെ നമ്മൾ പറയില്ലേ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അതേപോലെ എൻ്റെ വശത്തെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ ഉള്ളിലും കുറേ തോന്നലുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിയുമ്പോൾ എൻ്റെ കുട്ടിക്കളികളൊക്കെ മാറി ഞാനിങ്ങനെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ട് മാറും, ഒരു വുമൺ ആയിട്ട് മാറും എന്നുള്ളൊരു തോട്ടൊക്കെ എൻ്റെ ബഷിക്കുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈ പെട്ടെന്ന് ഒരു 19 വയസ്സുള്ളൊരു പെൺകുട്ടിയിൽ നിന്ന് ഞാൻ സഡനായിട്ട് ഒരു 45-50 വയസ്സുള്ളൊരു തള്ളയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. എന്താ പറയുക, കുറേയൊക്കെ അവരുടെ വീട്ടുകാരെ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, ഞാൻ കുറേയൊക്കെ അവരുടെ വീട്ടുകാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, ഒന്നും നടന്നില്ല. കുറേയൊക്കെ പക്ഷേ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, ഞാൻ കുറേ അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, ഒരു തേങ്ങയും നടന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷക്കാലം നമുക്ക് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് നാട്ടുകാർ പ്രശ്നമായിരുന്നു, വീട്ടുകാർ പ്രശ്നമായിരുന്നു, കുടുംബക്കാർ പ്രശ്നമായിരുന്നു. എൻ്റെ കുടുംബക്കാർ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുടുംബത്തിലേക്ക് കല്യാണം കഴിക്കേണ്ട, അവനെ കെട്ടണ്ട എന്നുള്ള കാര്യം എന്നുള്ള രീതിയിൽ. അവൻ്റെ വീട്ടുകാർ പറയും, അപ്പോഴേ പറഞ്ഞതല്ലേ നല്ലൊരു കുട്ടിയെ കെട്ടിയാൽ മതിയായിരുന്നു, അവളെ കെട്ടണ്ട. ആ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം കാര്യങ്ങളൊക്കെ. നമ്മൾ കല്യാണം കഴിച്ച് പ്രേമിച്ചിട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യത്തിലധികം പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഉപ്പനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ, മോനെ അനക്കുള്ള കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം, കംപ്ലീറ്റ് ആക്കിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ബഷീറിനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ബഷീർക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു. ഓൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 300 റുപ്പീസ് എന്തോ ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലൊരു മുറിയായിട്ടൊരു കെട്ട് കെട്ടിയായിരുന്നു. ആ കെട്ടിൻ്റെ രോമൊപ്പം എൻ്റെ മുഖത്തൊക്കെ ഉണ്ട്, അങ്ങനെ ചൊറിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു 300 രൂപ വരുമാനം കൊണ്ട് 100 രൂപ 150 രൂപ എന്തോണം വീട്ടിൽ ചിലവിന് കൊടുക്കുക, ബാക്കിയും കൊണ്ട് എന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ബഷീറെ ആകെ ഉത്തരവാദിത്വം. വേറെ ഒരു ഉത്തരവാദിത്വം ഓനക്ക് അറിയില്ല, എനിക്കും അറിയില്ല. നമുക്ക് ഫ്രണ്ടിൽ ഫുഡ് എത്തുന്ന സമയത്ത് തിന്നുക എന്നല്ലാണ്ട് വേറെ ഒരു തേങ്ങ അറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് പോണ സമയത്ത്. അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ വീട്ടുജോലികൾ ചെയ്യാൻ പഠിക്കുന്നതും, ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫുഡ് ഒരുക്കാൻ പഠിക്കുന്നതും. നമ്മുടെ വീട്ടിലുള്ള ഇത്താത്താരും ഉമ്മമാരും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റോളിലോട്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നത്, നാത്തൂമാരെ കുട്ടികളെ നോക്കുന്നതും നാത്തൂമാരെ നോക്കുന്നതും. അവർ അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങൾ, നമ്മളൊരു ഇത്താത്ത റോളിലോട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. കട്ടൻ ചായ ഇടാൻ അറിയാത്ത ഞാനാണ് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്താതെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് തല്ലി പഴുപ്പിക്കാം. രണ്ടാമത്, അത് നാച്ചുറലി പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കേസിൽ എന്തായിരുന്നു വെച്ചാൽ എന്നെ തല്ലിപ്പഴുപ്പിക്കുന്ന ഒരു സീനായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് യാതൊരു സപ്പോർട്ടില്ല. എൻ്റെ കെട്ടുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് അവനെ വേണ്ട, ബഷി പാവം മുത്താണ്, അത്രയ്ക്ക് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ദേഷ്യമല്ല കേട്ടോ, എൻ്റെ റിയാക്ട് ചെയ്യുന്ന ക്യാരക്ടറൊക്കെ മാറി. ഞാൻ ഭയങ്കര പാവമായിപ്പോയി. ആരെന്നെ എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരുന്ന് കരയും. ഞാൻ വിചാരിക്കുകയാണ്, ഒരു കുടുംബത്തിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മളെ ഉപദേശിക്കും, ചീത്ത പറയും, നമ്മൾ രാവിലെ വരെ കരയിപ്പിക്കും, രാത്രി ഉറങ്ങാനൊക്കെ ഭയങ്കര അങ്ങനെയൊക്കെയാണ് ഹസ്ബൻഡ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ചുറ്റോട് കേൾക്കുന്നതും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സഹിക്കുന്ന ഭാര്യ, അല്ല പെൺകുട്ടി, നല്ല പെൺകുട്ടി, അങ്ങനത്തെ രീതിയിൽ നമ്മൾ കേൾക്കുന്നത്. ആൻഡ് ഇതൊക്കെ നമ്മൾ ഒരു മൊമെൻറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ താങ്ങാൻ പറ്റാണ്ടായി. ആൻഡ് ഐ ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്. ഓക്കെ, ആ ഒരു അവസ്ഥ വരെയൊക്കെ നമ്മൾ പോയിട്ട് പോകുന്നു. കുറേയൊക്കെ എൻ്റെ പക്വതയില്ലാത്ത പ്രശ്നമാണ് കേട്ടോ, കുറേ എൻ്റെ പക്വതയില്ലാത്ത പ്രശ്നമാണ്.
കുറേയൊക്കെ എൻ്റെ പക്വതയില്ലായ്മ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്കും ഒരു ഇതില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ തീരെ പ്ലാൻഡ് അല്ലാണ്ട് കല്യാണം കഴിച്ചൊരു കാര്യമാണ്. അപ്പം രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഫാമിലിയാണ്. ബച്ചയുടെ ഫാമിലി പറഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഫാമിലി പറഞ്ഞാൽ വേറൊരു രീതിയിൽ വേറൊരു കൾച്ചറിൽ ജീവിക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, എൻ്റെ ക്യാരക്ടറുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓൾമോസ്റ്റ് ഒരു 24 hours മുടങ്ങാതെ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ മാസക്കണക്കിന് നിൽക്കുന്നത്, പുറത്തിറങ്ങാതെ മാസക്കണക്കിനൊക്കെ ഞാനൊന്ന് വീട്ടിൽ അടങ്ങി നിന്നിട്ടുള്ളത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ്. അതുവരെ ഞാൻ എൻ്റെ വീട്ടിലൊരു ലീവുള്ള ദിവസം പോലും ഞാൻ ഫുൾ ടൈം വീട്ടിൽ നിൽക്കില്ല. ഞാൻ വീട്ടിൽ അങ്ങനെ നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചേഞ്ചസ് ഒക്കെ എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കുറേ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി, റിലേറ്റീവ്സ്, അതുപോലെ നമ്മുടെ നാട്ടുകാർ ഒക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള എൻ്റെ ക്യാരക്ടറും ബഷയുടെ ക്യാരക്ടറും നല്ലപോലെ ഞങ്ങളുടെ ഫാമിലി ലൈഫിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ് കേട്ടോ. പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഞാൻ ഏറ്റല്ലോ, പക്ഷേ ആ കോഴ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ ഡിഗ്രി വീട്ടിലിരുന്നിട്ട്, ഡിഗ്രി പഠിക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഞാൻ വീട്ടിലിരുന്ന് ആരും അറിയാതെ ഡിഗ്രി പഠിച്ച് എന്താ പറയുക, കാരണം കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്ന കാര്യത്തിൽ തന്നെ അത്യാവശ്യം ഞാൻ ഫുൾ ടൈം പഠിക്കാൻ നിൽക്കുകയാണ്, കോഴ്സിന് പോവുകയാണ്. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ പഴയ പോലെയൊക്കെ തന്നെ വീട്ടുകാർ നടത്തുകയാണ്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രി പഠിക്കുന്നതും കൂടി ഇനി അവരറിയണ്ടെന്ന് കരുതി ഹോൾഡ് ചെയ്തിട്ടാണ് ഡിഗ്രി പഠിക്കുന്നത്. അതിൻ്റെ ഞാൻ വയറിൽ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടാണ് ഞാൻ പോയിട്ട് ഡിഗ്രി എക്സാം എഴുതുന്നത് കേട്ടോ. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ ഹെവി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പുറത്ത്, വാശിപ്പുറത്തൊക്കെ എടുത്ത് ചെയ്ത കാര്യം. അന്നൊന്നും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഡിഗ്രി പഠിക്കാനായിട്ടില്ല. എൻ്റെ കമ്പ്യൂട്ടർ കോഴ്സ് ഓനാണ് കേട്ടോ ഫീസ് കെട്ടി പഠിപ്പിച്ച്. ഡിഗ്രി പഠിച്ചതിലില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom ഞാൻ പാസ്സായി. എന്നെ പഠിച്ച് പാസ്സായതൊന്നുമല്ല എൻ്റെ മാറ്റർ. എനിക്ക് ചെറിയൊരു 10-16 മാർക്കിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബഷോട് പറഞ്ഞു, ഇത്രയും മാർക്കൊന്നും കോളേജ് പോയിട്ട് പഠിച്ച കുട്ടികൾക്ക് പോലും കിട്ടിയിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിയിട്ട് ഞാൻ മാർക്ക് വാങ്ങിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ബഷോട്. ഓൻ പറഞ്ഞു വേണ്ടാന്ന്, ജയിച്ചതിൻ്റെ വലിയ കാര്യം അതന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഇതിൽ കിട്ടുന്ന ജോലിയും പഠിത്തമൊക്കെ മതി, അത് കഴിഞ്ഞിട്ട് നീ ഇനിയിപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഒന്നും എഴുതണ്ടെന്ന് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് വരെയാണ് നമ്മുടെ ജോലിക്ക് ഞാൻ എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത്, ഇപ്പോൾ ഒരു 1 month ഒക്കെ ഞാൻ കഷ്ടിച്ച് ജോലി ചെയ്യുന്ന സമയത്ത്, ഈ 10,000 രൂപയുടെ ഉള്ളിലുള്ള ശമ്പളത്തിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ പോയിട്ട് ജോലി ചെയ്യുന്നത്? കാരണം ബിഗിനറാണ്, നമ്മുടെ നാട്ടിൽ അത്ര സാലറി കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ പഠിച്ചത്? നിനക്ക് അത്ര ശമ്പളം കിട്ടും, ഇത്ര ശമ്പളം കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഈ കോഴ്സ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി ആ ജോലിക്ക് പോകണ്ട, ഈ ജോലിക്ക് പോകണ്ട, അങ്ങനെ ജോലികളൊക്കെ മുളയിലെ പലരുടെയും പല വർത്തമാനവും കേട്ടിട്ട് മുളയിൽ നുള്ളുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ ചിലർ വന്നിട്ട് പറയും, ആ പെൺകുട്ടി ആ കോഴ്സ് പഠിച്ചിട്ട് അവൾ ആ സ്കൂളിൽ പോയിട്ട് അവൾക്ക് ഇത്രയും പൈസ കിട്ടുന്നുണ്ട്, വെറുതെ കേട്ടാ. അവർ പറഞ്ഞ നുണകളുടെയൊക്കെ ബേസിൽ പോയത് എൻ്റെ ലൈഫിൻ്റെ കുറേ ടൈമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ കുറേ ജോലിക്ക് കയറും, കുറച്ച് ദിവസം കഴിയും ഞാനത് നിർത്തും, പിന്നെയും ജോലിക്ക് കയറും, കുറച്ച് ദിവസം കഴിയും നിർത്തും. അതങ്ങനെ ഒരു കലാപരിപാടിയായിട്ട് അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് പ്രഗ്നൻസി, പ്രസവം, എന്താ പറയുക, കുട്ടീനെ വെച്ചിട്ടാണ് കുറേ ജോലികൾക്ക് പോയിട്ടുണ്ടായിരുന്നത്. മോനെ എടുത്തുകൊണ്ട് പോകും, മോനെ നോക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട്, വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് മോനെ എടുത്തുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നൊരു കണ്ടീഷൻ. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്ത് പണ്ടാരടങ്ങി എന്ത് തേങ്ങയ്ക്കാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങി. പറഞ്ഞിട്ട് കുട്ടി, അവൻ്റെ വയ്യായിക, ഈ ഒരു കുഞ്ഞിനെ ഇപ്പം എനിക്കറിയാം എൻ്റെ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവൻ അസുഖം വന്നു കഴിഞ്ഞാൽ ആരും മോനെ നോക്കാനില്ലെങ്കിൽ ഞാൻ നോക്കണം എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ പണ്ട് പറഞ്ഞാൽ നമ്മൾ ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് എൻ്റെ മോനും എന്നെയും കെയർ ചെയ്തില്ല എന്നുള്ള സങ്കടം വേറെ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വേറെ, സിസേറിയനാണ്, സ്റ്റിച്ചിങ് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, കുറേ കുട്ടീനെ ഒറ്റയ്ക്ക് നോക്കിയിട്ടുള്ള ഫ്രസ്ട്രേഷൻ. അങ്ങനെ ഞാനും മോനും പാടെ സൂയിസൈഡ് ചെയ്താലോ എന്നുള്ള തോട്ട് ആ ടൈമിലൊക്കെ, എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരിക്കൽ ആ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ആ തോട്ടൊക്കെ വരുന്നൊരവസ്ഥ. അങ്ങനെ കുറേ അങ്ങോട്ട് നിരകിച്ച് പണ്ടാരടങ്ങിയിട്ട് എന്തിനാ ഇപ്പം ഞാൻ കല്യാണം കഴിച്ചതെന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അതിൽ നിന്ന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വീട് മാറുന്നത്, നമ്മൾ തറവാടല്ലേ, തറവാട്ടിൽ എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ വന്നിട്ടാണ് നമ്മൾ വീട് മാറുന്നത്. കച്ചറയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, നല്ല രീതിയിൽ തറവാട്ടിലൊക്കെ എല്ലായിടത്തും പറഞ്ഞ് സമ്മതമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഷിഫ്റ്റിംഗ് ആണ്. അപ്പം നമ്മൾ വീട് ഷിഫ്റ്റ് ആയ ശേഷം എൻ്റെ മോനെ ഞാൻ മര്യാദയ്ക്ക് അംഗനവാടിയിൽ ചേർക്കാൻ തുടങ്ങി, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി. ഞാനൊരു ഉത്തമ കുടുംബശ്രീ ഒരു കുടുംബിനി ആവാൻ വേണ്ടുന്ന ട്രെയിനിങ് ഒക്കെ എനിക്ക് കഴിഞ്ഞ 2 കൊല്ലം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം കുക്ക് ചെയ്യും, പ്രോ ആണ് കുക്കിങ്ങിൽ. പിന്നെ പുതിയ പരീക്ഷണങ്ങളൊക്കെ എനിക്ക് ധൈര്യത്തിൽ ചെയ്തു നോക്കാനുള്ള ഒരു അവസരം ഇവിടെ വന്നപ്പോഴാണ് കിട്ടാൻ തുടങ്ങിയത്. എൻ്റെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ മൺചുമരാണ് കേട്ടോ, ലക്ഷം വീടാണ്, മൺചുമരാണ്, കുഞ്ഞ് വീടാണ്, ഒരു സൈഡ് പൊളിഞ്ഞ വീടാണ്. പക്ഷെ എന്നാലും ആ വീട്ടിൽ കട്ടിലപ്പുറത്തേക്ക് ഇരുന്ന്, അലമാരപ്പുറത്തേക്ക് ഇരുന്ന്, പിന്നെ കട്ടിലപ്പുറത്തേക്ക് വീണ്ടും ഇടുന്നു, അങ്ങനെയുള്ള ഫർണിച്ചേഴ്സിനെ റീഅറേഞ്ച് ചെയ്യുന്നു, വീട്ടിൽ ഗാർഡനിങ് ചെയ്യുന്നു, അങ്ങനെ ഫുൾ ടൈം ഹൗസ് വൈഫായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇടയിലുള്ള ഹാർമോണി
അത്രയും ബോൾഡായിട്ട് വീണ്ടും തിരിച്ചു വന്നു. അതായത് ഇവൻ അതുവരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് എന്നെ എങ്ങനെ ഡിവേഴ്സ് ചെയ്യാം, എന്നെ എങ്ങനെ ഒഴിവാക്കണോ, കൂടെ എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമോ. ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ പടച്ചവനെ ഞാൻ പെട്ടോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു തോട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ വീണ്ടും പ്രേമിക്കാൻ തുടങ്ങിയത് ഈ ഒരു ടൈമിലായിരുന്നു, കല്യാണം കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം. ഓക്കെ, ആ ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം നമ്മുടെ മോൻ്റെ അസുഖങ്ങൾ വരുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി. ഞങ്ങളത് അങ്ങനെ ഒരു ഡീലിങ്ങിൽ വന്നു. അങ്ങനെ എൻ്റെ മോനൊരു 3-3.5 വയസ്സായി, അവൻ LKG ചേർത്തിയപ്പോഴാണ് എൻ്റെ മോളെ ഞാൻ കൺസീവ് ചെയ്യുന്നത്. അവളുടെ പ്രഗ്നൻസി പീരീഡ് വാസ് ഓസം. ഞാൻ എൻ്റെ മോൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ ആത്മഹത്യ ചെയ്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പീരീഡിൽ നിന്ന് മാറിയിട്ട് പക്ഷേ എൻ്റെ മോന് മാത്രമാണ് എന്നെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വൊമിറ്റ് ചെയ്തിട്ടൊക്കെ മുറ്റത്ത് കിടക്കും, ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത് മുറ്റത്ത് കിടക്കുന്ന സിറ്റുവേഷൻ, മണ്ണിൽ കിടന്നിട്ട് ഒരു നേരം വരെ കിടന്ന് അടുത്ത നേരം ബോധം വരുമ്പോൾ എണീറ്റ് വന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും മെൻ്റലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ വയ്യായികയും വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വൊമിറ്റ് ചെയ്യും. പക്ഷെ ഇവരെനിക്ക് തരുന്നൊരു കെയറിങ് ഉണ്ടല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എക്സാക്റ്റ് ഒരു ഹസ്ബൻഡിൻ്റെ കെയറിങ് എന്താണ്, ഒരു ഹസ്ബൻഡിൻ്റെ സ്നേഹം എന്താണെന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നത് ആ ഒരു ടൈമിലായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് വല്ലാണ്ട് ഡീപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞു. പിന്നെ ഇവളുടെ ഹോസ്പിറ്റൽ കേസ്, പണ്ട് എൻ്റെ മോൻ്റെ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ എന്നാരും നോക്കാൻ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അറമുറ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോളിനെയും കൊണ്ട് ഒറ്റയ്ക്ക് കുറേ ഹോസ്പിറ്റൽസ് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോനെയും കൊണ്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് കുറേ ഹോസ്പിറ്റൽസ് കയറി ഇറങ്ങിയതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കിവിടെ യൂസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ കുറേ ഹോസ്പിറ്റൽസ് കയറി ഇറങ്ങി, അവളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി. അവൾ പ്രീ ടൈം ആയിരുന്നല്ലോ, അവളുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാനൊക്കെ എനിക്ക് ഞാൻ ഭയങ്കര ബോൾഡായി, കുറച്ചും കൂടെ ബോൾഡായി. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ എമോഷണൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടാൻ തുടങ്ങിയിരുന്നു. കാരണം ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് വളരെ ക്ലിയർ ആയി. അപ്പോഴേക്കും തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും നമ്മൾ തമ്മിലൊരു ഹാർമണി ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ എൻ്റെ കുട്ടികൾ ചെറുതാണ്, ഉമ്മച്ചിക്ക് വയ്യാത്തതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന് മുന്നേ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ എന്താ, എനിക്ക് വയ്യാണ്ടാകുമ്പോൾ എൻ്റെ കൂടെ വരാൻ ആരുമില്ല എന്നുള്ള തോട്ടൊക്കെയാണ് ആ ടൈമിൽ നമുക്ക് ഉണ്ടാവും. അവരുടെ കുട്ടികളെ നമ്മൾ അങ്ങനെ നോക്കിയില്ല, എൻ്റെ കുട്ടികളെ നോക്കാൻ ആരുമില്ല, അങ്ങനത്തെ കമ്പാരിസൺസ് ഒക്കെ അവിടെ കയറി വരുന്നത് അതൊക്കെ കൊണ്ടായിരുന്നു. പിന്നെ നമ്മൾ മെച്ചുവേർഡായി, നമ്മൾ കേപ്പബിളായി, നമ്മൾ സെൽഫായിട്ട് വളർന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആരും ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ആൻഡ് അതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ആവുന്നത്. ഇവൻ ആക്സിഡൻ്റ് ആയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വൈഫിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫാമിലി ലീഡ് ചെയ്യാനെന്നുള്ളത്. കാരണം ഹസ്ബൻഡ് ഫിനാൻഷ്യലി പൊട്ടി, ആൾ ആക്സിഡൻ്റ് ആയി വീട്ടിലിരുന്ന ഒരു 2-3 മന്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു, അതുപോലെ മോൾക്ക് അസുഖം വരുന്നു, ലോണുകാർ വരുന്നു, നമ്മൾ കുറേ ലോണിൽ പോയി ചാടുന്നു, ലോണുകാർ വരുന്നു, കുറേ പ്രശ്നങ്ങൾ അടുപ്പിച്ച് വരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വീട് ഒരു സൈഡ് പൊളിഞ്ഞ് വീഴുന്നു, നമ്മൾ വാടകയ്ക്ക് പോകുന്നു, ഒരു ലോഡ് പ്രശ്നങ്ങൾ കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ എന്തെങ്കിലും ഒരു ഏർണിങ്സ് ആവട്ടെ എന്ന് കരുതിയിട്ട് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. എല്ലാവരും പറയില്ലേ ഞാൻ റീച്ചിന് വേണ്ടിയിട്ടല്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചാനൽ തുടങ്ങുന്നത്. നെവർ, ഞാൻ പൈസയ്ക്ക് വേണ്ടി തന്നെ തുടങ്ങിയതായിരുന്നു യൂട്യൂബ് ചാനൽ. ആൻഡ് നമ്മളതിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഫോണ് പൊട്ടിപ്പോകുന്നു, വീട് പൊളിഞ്ഞ് വീഴുന്നു, അങ്ങനെ അത് ചാനൽ അവിടെ കിടക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ദുരിതം കഷ്ടപ്പാട് എന്നുള്ള രീതിക്ക് വരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടി ടാറ്റ മോട്ടോഴ്സിൽ ജോലിക്ക് കയറുന്നു. അവിടെ നിന്ന് ജോലിയും യൂട്യൂബ് ചാനലും വീടും ഒക്കെ എൻ്റെ ഏർണിങ്സും ഹസ്ബൻഡിൻ്റെ ഏർണിങ്സും കൂടെ പതിയെ നമ്മൾ കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ കുറച്ചും കൂടെ പഠിക്കട്ടെ, എനിക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ആവാൻ തുടങ്ങി. കാരണം നമ്മൾ വീട് കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഉമ്മിച്ച് മരിച്ച്, അപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചതിൻ്റെ സിറ്റുവേഷൻ അതൊക്കെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഡിപ്രഷനും ആങ്സൈറ്റിയും പ്രശ്നങ്ങളൊക്കെ പാടായപ്പോഴേക്കും എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദമാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കൗൺസിലിങ്ങിന് എടുക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ പറയാൻ തുടങ്ങി കൗൺസിലിങ്ങിന് പോകണ്ട, അതൊക്കെ എന്താ പറയുക, അതിനൊക്കെ പോകുന്നത് വലിയ എന്തോ പ്രശ്നം പോലെ, നമ്മുടെ കൂടുതൽ എന്തൊക്കെയോ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്നാൽ ഞാൻ പഠിക്കട്ടെ സൈക്കോളജി, അപ്പോൾ എനിക്ക് എന്നെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിക്കാണ് ഞാനിത് പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ ഞാൻ പഠിക്കട്ടെ ചോദിച്ചപ്പോൾ ആദ്യം തന്നെ ഹസ്ബൻഡ് വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, എൻ്റെ പൈസ, എൻ്റെ സാലറി, ഞാൻ പഠിക്കും, നിന്നെ ഒരു തരത്തിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ, എന്നാൽ പിന്നെ നീ എന്താ ചെയ്തോ, ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, എനിക്ക് ആളെ എതിർക്കില്ല, എന്നാൽ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് സപ്പോർട്ടും ഇല്ല, അപ്പോൾ പോണ പോലെ അങ്ങോട്ട് പോയാൽ മതി എന്നാണ് ആൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ സൈക്കോളജിയിൽ ഒരു കോഴ്സ് എടുത്തു, രണ്ടാമത്തെ കോഴ്സ് എടുത്തു, മൂന്നാമത്തെ കോഴ്സ് എടുത്തു, കുറേ എടുത്തായിട്ട് പഠിച്ചു. ഓക്കെ, കുറേ കോഴ്സ് എടുത്ത് പഠിച്ചു, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള, തെറപ്പി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾ എടുത്ത് പഠിച്ചു. ആൻഡ് ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സാറുമാർ എന്നെ ട്രെയിനേഴ്സായിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരു ക്ലാസ് കൊടുത്തു, അതിൽ മറ്റേ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുകൾ എടുക്കുന്നതിനേക്കാൾ അടിപൊളി ക്ലാസ്സാണ്, അതൊക്കെ നമുക്ക് കോംപ്ലിമെൻറ്റ്സ് വരാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് കോൺഫിഡൻസ് ആയി. ആൻഡ് ഞാൻ അങ്ങനെ ഒരു നല്ലൊരു ട്രെയിനർ, കുഴപ്പമില്ലാത്തൊരു ട്രെയിനറായത് വേണമെങ്കിൽ പറയും, ഞാൻ ട്രെയിനർ ആവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഹിപ്നോ തെറപ്പി പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഹിപ്നോ തെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് കുറേ ക്ലയൻസ് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ
എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള ഒരു സർക്കിൾ വളരാൻ തുടങ്ങി, കുറച്ചധികം പൈസ വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കോണ്ടന്റ് മൊത്തത്തിൽ മാറ്റി സൈക്കോളജി, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേണി, അതായത് എൻ്റെ സ്പിരിച്വൽ ജേണി, എൻ്റെ സൈക്കോളജി ട്രാൻസ്ഫോർമേഷൻ ജേണി എല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഫോളോവേഴ്സൊക്കെ കൂടാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട്, ഞാൻ അപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പഠിക്കട്ടെ ചോദിച്ചാൽ ഈ വേണ്ടാന്നല്ലേ പറയുക, എനിക്ക് പഠിക്കട്ടെ എന്ന് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നീ പൈസ തരില്ല എന്നല്ലേ പറയുക, ഞാൻ എൻ്റെ എഫേർട്ടിലെടുത്തിട്ടല്ലേ പഠിച്ചെന്നല്ലേ പറയുക, നീ എന്ത് സപ്പോർട്ട് ചെയ്തു എന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയുക ഗൈസ്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് അതാണ്. കാരണം ഞാൻ മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇവൻ എൻ്റെ അടുത്ത് പഠിച്ചോളാൻ പറയുന്ന സമയത്ത് വീട്ടിൽ കുട്ടികൾ ബഹളം വെക്കുന്നുണ്ടാവും, ഇവിടുത്തെ കുറേ പണികൾ നടന്നുണ്ടാവില്ല, അവിടെ മെസ്സിയായിട്ട് വീട് കിടക്കുന്നുണ്ടാവും. ഞാൻ ജോലിക്ക് പോണ സമയത്ത് അവൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാതിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ മേ ബി ഒരു അണ്ടർവെയർ പോലും ഉണങ്ങിയത് വീട്ടിൽ നിന്ന് എടുത്തിടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോണ സമയത്ത് ഞാൻ ദോശക്കല്ലിലിട്ട് ചുട്ട് കൊടുത്തിട്ടുണ്ടാവും എൻ്റെ അണ്ടർവെയർ. കാരണം ഞാനത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാത്ത കാരണം കൊണ്ട് വീട്ടിലത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും എൻ്റെ ബഷി എന്നെ ഷൗട്ട് ചെയ്തിട്ടില്ല, നീ എന്തുകൊണ്ടാണ് അതങ്ങനെ കോംപ്രമൈസ് ചെയ്തത്, ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തത്. വലിയ ഗമയിൽ ഞാൻ പറയും, എൻ്റെ പൈസയ്ക്കല്ലേ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ റിയലൈസ് ചെയ്യുന്നു അവരുടെ കുറേ കാര്യങ്ങൾ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡ് ഇപ്പം വീട്ടിൽ ഇപ്പം എനിക്ക് വയ്യാതെ ആകുമ്പോൾ ഞാൻ കുറേ ഹെക്റ്റിക്കായിട്ട് ജോലി ചെയ്ത് ഞാൻ വയ്യാണ്ടായിട്ട് കിടക്കുന്ന സമയമാണെങ്കിൽ മോന് വീട്ടിലെ ജോലികളൊന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മോന് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കൊണ്ടുവന്ന് തരും. ഒന്ന് ആലോചിച്ച് നോക്കി, പട്ടിപ്പണി എടുത്തിട്ട് ഭർത്താവ് വീട്ടിലോട്ട് കയറി വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഭർത്താവ് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ട് അവന് ഞാനും ഇവിടെ കഴിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ കുറേ കാര്യങ്ങളിൽ എമോഷണലി കണക്റ്റഡ് ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ പണ്ടത്തെ സിസ്റ്റം ഒക്കെ ബ്രേക്ക് ചെയ്ത് അവൻ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അവൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഭാര്യമാർ ചെയ്തു കൊടുക്കുന്ന ഭാര്യമാരാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ആയിരുന്നു, പെട്ടെന്ന് ഞാൻ അങ്ങനെ അല്ലാതായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ വരെ ഇട്ട് കൊടുക്കുന്ന ഒരു ഭാര്യയായിരുന്നു ഞാനാണ് ഈ പറയുന്ന ഇന്നവെയർ പോലും അലക്കി മടക്കി സൂക്ഷിക്കാത്തൊരു വൈഫിലോട്ട് മാറിയത്. വീടിൻ്റെ ഓരോ മുക്കും കോർണറും ക്ലീൻ ചെയ്ത് വെക്കുന്ന ഞാൻ അവിടെ നിന്നാണ് ഞാൻ മാറിയിട്ട് നിങ്ങൾക്കും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്താൽ എന്താ, ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് എന്നെ ക്ലീൻ ചെയ്ത് വെക്കണം എന്നുണ്ടോ, നിങ്ങൾ ഈ വീട്ടിലല്ലേ താമസിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ മാറിയത്. എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവന് അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ തെറ്റായിട്ടോ ഒക്കെ എടുക്കായിരുന്നു. പക്ഷെ ഓൻ അവിടെ കണ്ട കാര്യം എന്താ വെച്ചാൽ, വി ആർ ഗ്രോയിങ്, ഞങ്ങൾ ഒരുമിച്ച് വളരുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടുന്നുണ്ട്, എൻ്റെ അറിവ് കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾ തമ്മിലുള്ള ഹാർമണി കൂടുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ എമോഷൻസിനെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ എമോഷൻസിനെ അവൻ മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു പാരൻറ്റിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളിൽ മാറ്റം വരുന്നത്, ഞങ്ങളുടെ ഫിനാൻസ് മാറുന്നതിനനുസരിച്ച് നമ്മളിൽ കുറേ മാറ്റങ്ങൾ വരുന്നത് അവൻ കാണാൻ തുടങ്ങി. ആൻഡ് നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, നമ്മൾ കാരണം കൊണ്ട് മറ്റുള്ള ആളുകളുടെ ജീവിതം മാറി മറിയുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ടെസ്റ്റിമോണിയൽസ്, ഇതൊക്കെ ബഷി കാണുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഓൻ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, വീട്ടിലത്തെ കാര്യം കുഴപ്പമില്ല, നമുക്ക് പൈസ ഉണ്ടാവുന്ന സമയത്ത് വേണമെങ്കിൽ ഒരാളെ ജോലിക്ക് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിർത്താം, നിൻ്റെ ഹെൽത്ത് നീ ശ്രദ്ധിച്ചാൽ മതി. കാരണം അപ്പോഴേക്കും എൻ്റെ ഹെൽത്തൊക്കെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിൻ്റെ ഹെൽത്ത് നീ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ എനിക്ക് സപ്പോർട്ട് തരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഫീസ് അഫോർഡ് ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആണെന്ന് എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞാനൊരു കാര്യം എൻ്റെ അടുത്ത് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അതെന്താ ചെയ്താൽ എന്ന് എൻ്റെ ഫസ്റ്റ് തോട്ട് വരെ അതാണ്, നീ അത് പഠിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ അതെന്താ ഞാൻ പഠിച്ചാൽ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ തോട്ട് വരിക. അത്രയ്ക്കും എന്താ പറയുക, ക്രിറ്റിക്കൽ മൈൻഡാണ് ഞാൻ. എന്നെ ഒരാൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്ത് സംഭവിക്കുക എന്നുള്ളൊരു മൈൻഡ് ഞാൻ ആലോചിക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത്രയും എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരു കാര്യം അതാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഓരോ കാര്യം ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കറിയായിരുന്നു നീ അത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത്, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നീ അത് ചെയ്യുന്നുള്ളത്. കാരണം എൻ്റെ അടുത്ത് നീ അത് ചെയ്യുന്ന കേട്ടോ എൻ്റെ പിന്നാലെ നടന്നൊരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഈസിയാണ് നീ ആ കാര്യം ചെയ്യരുത് കേട്ടോ, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യുന്നത്, അത് ഹേർട്ട് ചെയ്താൽ ഞാൻ പെട്ടെന്ന് ചെയ്തു തീർക്കും. അങ്ങനെ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ഓൻ കോംപ്രമൈസ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പം കാണുന്ന ഞാനായത് ഗൈസ്. അതായത് ഇപ്പം ഞാൻ ഈ റീസെൻ്റ്ലി ഉണ്ടായൊരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ എൻ്റെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുറത്തായിരുന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡിന് പനിയാണ്. എൻ്റെ മക്കളാണ് എൻ്റെ ഹസ്ബൻഡിനെ നോക്കുന്നത്. എൻ്റെ മക്കൾ എൻ്റെ ഹസ്ബൻഡിനെ നോക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എൻ്റെ മക്കൾ മാറി വരുന്ന ഒരു പാരൻറ്റിങ് ഞങ്ങൾ ഉണ്ടായത് നമ്മളൊരു ടീമാണ്. ഞാൻ പറയില്ലേ, ഞാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കൾ എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നുള്ള ഒരു ടീം, ഒരു കുഞ്ഞ് സർക്കിളാണ്. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഇത്രയും ആൾക്കാരടങ്ങുന്ന ഒരു കുഞ്ഞ് സർക്കിൾ മാത്രമാണ് ഞങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം, ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ 4-5 പേര് കൂടി തീരുമാനിക്കുന്നതാണ്. ആ ഒരു രീതിക്കാണ് എൻ്റെ ഹസ്ബൻഡ്
എനിക്ക് തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്, ഈ എന്ത് തേങ്ങ എന്നെ സപ്പോർട്ട് ചെയ്തു എന്നാണ് നീ പറയുന്നതെന്ന് പറയുന്നത്. പക്ഷേ സീരിയസ്ലി ഗൈസ്, ഇപ്പോൾ പുറത്തത്തെ ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഓള് രാഷ്ട്രീയം കളിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ ഓള് കുട്ടികളെ അവളെ വീട്ടിൽ അങ്ങനെ ഇന്ന കാര്യങ്ങൾ മെസ്സിയാണ്, ഓള് ഭയങ്കരമായിട്ട് എടുത്തു ചാടി സംസാരിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ എന്തൊക്കെ കാര്യം. ഇപ്പോൾ ഈവൺ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഓള് ഭയങ്കര അഹങ്കാരിയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഈ പറയുന്ന ആൾക്കാരെ കൂടെ ആരെ കൂടെയല്ല നീ ജീവിക്കുന്നത്, നീ എൻ്റെ മക്കളെയും കൂടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഒരു ഭാര്യേനെയോ ഉമ്മാനെയോ എവിടെ നിന്നും വേറെ കിട്ടൂല. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നൊരു കാര്യമാണ്, അവൻ മരിച്ചു കഴിഞ്ഞിട്ട് നാളെ സ്വർഗ്ഗത്തിലെത്തുകയാണെങ്കിൽ പോലും ഒരു വൈഫായിട്ട് എന്നെ തന്നെ വേണം എന്നുള്ളൊരു കാര്യം. അത് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ അപ്പുറം എനിക്ക് എന്ത് വേറെ ഈ ലോകത്ത് കിട്ടാനാ? പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും മാറി നിന്നിട്ട് ഞാൻ അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഞാനിങ്ങനെ ചില്ല് ചെയ്ത് നടക്കുകയാണെന്നോ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴിവുകേടാണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കൂടെ ജീവിക്കുന്നതിൽ അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. എനിക്ക് ഈ നാട്ടുകാരെ മൊത്തം ബോധിപ്പിച്ചിട്ട് ഞാൻ ഭയങ്കര നല്ല കുട്ടിയാണെന്ന് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെ കേട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽക്ക് എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിനോട് ഇഷ്ടമാണ്, ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഇഷ്ടമാണ്, ഭർത്താവിൻ്റെ പെങ്ങന്മാരോട് ഇഷ്ടമാണ്, നാട്ടുകാരോട് ഇഷ്ടമാണ്, എൻ്റെ ഉമ്മാനോട് ഇഷ്ടമാണ്, എൻ്റെ ഉമ്മയുടെ ഫാമിലിയായിട്ട് ഇഷ്ടമാണ്, എൻ്റെ കുടുംബ സിബ്ലിങ്സുമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ മക്കൾ, കുടുംബം, കൂട്ടുകാർ എല്ലാം എനിക്ക് ഇഷ്ടമാവാൻ തുടങ്ങി. ഐ ജസ്റ്റ് ലവ് എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ആ ഒരു കണ്ടീഷനിലോട്ടൊക്കെ എത്താനുള്ള വൺ ആൻഡ് ഓൺലി പേഴ്സൺ ഈസ് മൈ ബഷി. ഞാനിങ്ങനെ മൈ ബഷി എൻ്റെ ബഷി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് എന്തിനെങ്ങനെ എൻ്റെ ബഷി എന്ന് പറയണേന്നുള്ളത്. ഗൈസ്, ഓന് ഒരു സൈലൻ്റ് ടൈപ്പാണ്, ഇൻട്രോവേർട്ടാണ്, വല്ലാണ്ട് അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. അവൻ്റെ ക്യാരക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ക്യാരക്ടർ. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്, നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ പറയുന്ന പോലെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് ഒന്നും കണക്റ്റ് ആവാനുള്ളൊരു ടൈം എടുക്കുന്ന, എന്താ പറയുക, രണ്ടിനും മിഡിൽ നിൽക്കുന്ന ഒരാളാണ് ഞാനിതാണെന്ന് എനിക്ക് പറയാം. എൻ്റെ ഒരു കംഫർട്ട് സ്പേസിൽ ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ്, കുഞ്ഞു കുട്ടികളെ പോലെയാണ്. ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഭയങ്കര ക്രിഞ്ചാണ്. ഇപ്പോൾ ഒരു വണ്ടിയുടെ കിക്കർ അടിച്ച് സ്റ്റാർട്ടായതിന് ഞാൻ പെട്രോൾ പമ്പിൽ നിന്ന് വെച്ചിട്ടിട്ട് അങ്ങനെ പക്ഷേ പറയില്ല, അയ്യോ ഉണ്ടാണ്ടിരിക്കുക കൊണ്ടുപോകുക അങ്ങനെ പറയുന്ന അത്രയും ഞാൻ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. ഇതൊക്കെ എൻ്റെ ക്യാരക്ടറാണ്. പക്ഷെ എൻ്റെ എല്ലാ ക്യാരക്ടറും എൻ്റെ കെട്ടിയവനും ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, നീ എന്തിനപ്പോൾ കിക്കർ അടിച്ചതിനോ ഇത്രമാത്രം ഒച്ചയും ബഹളം ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കണം അങ്ങനെ പറയാറില്ല. അവനത് ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് വാ അങ്ങനെ പറയാറാ പതിവ്. എൻ്റെ എന്താ പറയുക, എന്നെ ഞാനായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു ഹസ്ബൻഡ് എനിക്ക് ഉണ്ടായതാണ് എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സക്സസ് എന്ന് പറയുന്നത്. അവനങ്ങനെ എന്നെ ഞാനായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്തിടത്തോളം കാലം ഞങ്ങളുടെ രണ്ടാളുടെയും ജീവിതം നരകമായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ശരി തെറ്റുകൾ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അതിൻ്റെ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, എൻ്റെ പക്ഷേ എൻ്റെ അടുത്ത് ചെയ്യരുത് എന്ന് കർട്ടൺ റൈറ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞാൻ ഇതുവരെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് പണ്ട് എൻ്റെ അടുത്ത് എന്താ പറയുക, ഇങ്ങനെ ആജ്ഞാപിക്കില്ലേ, നീ അത് ചെയ്യണ്ട, നീ അങ്ങനെ നിൽക്ക്, നിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ മാറ്റി, അങ്ങനെ പറഞ്ഞ് ആജ്ഞാപിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ ആജ്ഞാപിക്കുന്നത് ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ പൈസ തരില്ല, നീ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഈ പഠിച്ചോ അങ്ങനെ പറയുന്നത് പോലെ അല്ല. നീ ആളുകളോട് ഇങ്ങനെ സംസാരിക്കരുത്, നീ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയേ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ, നീ വീട്ടിലുള്ള ആൾക്കാരടുത്ത് ഇങ്ങനെയേ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മളൊരു വീടല്ലേ, നമ്മളവിടെ കളി തമാശകൾ പറയും, പൊട്ടിത്തെറികൾ ഉണ്ടാവും, എന്താ പറയുക, കുഞ്ഞു ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുന്നതല്ലേ നമ്മുടെ വീടെന്ന് പറയുന്നത്. നീ വാ തുറക്കരുത് എന്നുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെക്കുമ്പം അന്ന് എങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ്, എത്രമാത്രം ഡിഫിക്കൽട്ടായിരുന്നോ അതേ സാധനങ്ങൾ ഓൻ എൻ്റെ അടുത്ത് തിരുത്തിപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നീയായിട്ടിരുന്നു, ആരെയും ഹേർട്ട് ചെയ്യാതിരുന്നാൽ മതി എന്നുള്ളൊരു രീതിക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഐ ക്യാൻ ഫ്രീലി എന്താ പറയുക, എനിക്ക് സിമ്പിളായിട്ട് ബ്രെത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഈസി ആയിട്ട് ശ്വസിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. എന്നെ ഒരാൾ നോക്കുന്ന സമയത്ത് അയാൾ നന്നായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. തിരിച്ച് വീട്ടിലോട്ട് വന്നാൽ ഞാൻ എൻ്റെ കെട്ടിയുടെ നെഞ്ചത്ത് ഭയങ്കര സേഫാണ്. മാഷാല്ലാ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ വിളിച്ചിരുത്തുക, സംസാരിക്കുക. നിങ്ങൾ അങ്ങോട്ടും അയാൾ തിരിച്ച് ഇങ്ങോട്ടും എത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുക. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഗൈസ് നിങ്ങൾക്ക് ഈ ലോകത്ത് മുഴുവനായിട്ട് പ്രേമിക്കാനായിട്ട് പറ്റും. ഈ ലോകത്ത് മുഴുവനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചുറ്റോട് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ബോധേഡായിരിക്കില്ല. എൻ്റെ ലൈഫ് ചേഞ്ച് ആക്കിയ എൻ്റെ ബഷിക്ക് ഒരുപാട് നന്ദി. ലവ് യു സോ മച്ച് ടാ, ലവ് യു.